സാർ ദാ അവിടെയുണ്ട്. ഓടാ, അകത്ത് പോയി നോക്ക്. നീ എന്നെ കൊന്നാലും എൻ്റെ മോനെ നിനക്കൂടെ വരുത്താൻ പറ്റില്ല. ഞാൻ സംസാരിച്ച എൻ്റെ മോൻ വരുമെന്നാ? ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. നിനക്ക് എത്ര പണം വേണമെന്ന് പറ, ഇപ്പം തന്നേക്കാം. ഒറ്റയടിക്ക് എന്നേക്കുമായി. എത്ര തരുന്നീ? 2 crores. അത്രേ ഉള്ളൂ? 5 crores. സോ ഒരു ജീവന്റെ വില 5 കോടി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞോണ്ടാ ഞങ്ങൾ അങ്ങനെ ചെയ്ത്. ഞങ്ങൾക്കൊന്നും അറിയില്ല സർ, ഞങ്ങളോട് ക്ഷമിക്കണം സർ. നിന്റെ കയ്യിൽ 5 കോടി ഉണ്ടോ? ഇല്ലല്ലോ. യെസ് ഡാഡി. ക്രിസ്റ്റി, 5 crores എടുത്ത് പെട്ടെന്നോ. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഇപ്പൊ എന്തിനാ ഡാഡി? എന്ത് പറ്റി? ഞാൻ പറയുന്നതുകൊണ്ട് കേൾക്ക്. എനിക്കെല്ലാം ഇപ്പോൾ അവസാനിപ്പിക്കണം. ആൻഡ് ഡോണ്ട് ഇൻഫോം എനിബഡി. കം. ഓക്കെ ഡാഡി.
നീ ഫോൺ ചെയ്ത് സംസാരിച്ച എൻ്റെ മോൻ ഇങ്ങോട്ട് വരുമെന്നാ? ഞാനെന്ത് പറഞ്ഞെന്നാ? നീയല്ലേ സംസാരിച്ചത്? യെസ് ഡാഡി. ക്രിസ്റ്റി 5 crores എത്തി പെട്ടെന്ന് വാ. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഡാ, ഡാ, ഡാ. ഡാ, ഡാ. അവൻ പുറപ്പെട്ടു കഴിഞ്ഞു. 5 കോടി ഇത് ചോദിച്ചാൽ ഞാൻ തരില്ലായിരുന്നോ? എന്തിനാ ഈ ഡ്രാമയൊക്കെ? എനിക്കറിയാം ഈ ലോകത്തെല്ലാത്തിനും ഒരു വിലയുണ്ടെന്ന്. ഉം. ഡാഡി എവിടെയാ ഉള്ളത്? ഡാഡി ക്രിസ്റ്റി, നീ എടാ, എടാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എടാ, ഡാഡി എന്തിനാടാ നീ ഡാഡി ഇങ്ങോട്ട് എന്തു പറ്റി? ആരെ കെട്ടിയിട്ട് ഡാഡിയെ? വാട്ട് ഹാപ്പൻഡ്? എടാ, ചതിയായിരുന്നടാ. ആരെ ചതിച്ചത്? എടാ, ഡാഡി ക്രിസ്റ്റി. എടാ. നീ പറഞ്ഞത് കറക്റ്റാ. എല്ലാത്തിനും ഒരു വിലയുണ്ട്. നിന്റെ മകന്റെ ജീവന്റെ വില 5,500,00,000 പണം നീ എടുത്തു. എനിക്ക് അവന്റെ ജീവൻ മാത്രം മതി. എടാ, 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 എന്റെ മോനെ വെറുതെ വിട്. എടാ, 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 എന്റെ മോനെ വെറുതെ വിട്. എടാ, ഏയ്, എടാ, ഒന്നും ചെയ്യരുത് പ്ലീസ്. എടാ, ദീപക്, 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 ക്രിസ്റ്റി, ക്രിസ്റ്റി. ഏയ്, ക്യാഷ് തന്നതാ. എടാ, ഇനി മിണ്ടരുത്. വിടറാ, വിട്. എടാ, അടിച്ച് വിടറാ എന്നെ. ആ, എടാ, വിടറാ, എടാ. മുത്തു, ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നേരെ അങ്ങോട്ടേക്ക് പോയിക്കോ. അവിടെ എന്തോ പ്രശ്നമുണ്ട്. മുത്തുകർപ്പ, എന്റെ മോനെ ദീപകനെ സുഭാഷ് കൊണ്ടുപോയി. വേഗം വാ, എന്നെ രക്ഷിക്കും. വേഗം, വേഗം വാ. എന്തായി? അഭിജിത്ത് ഇപ്പൊ സേഫാണ്. യാ, അവനെ എത്രയും വേഗം പിടിച്ചില്ലെങ്കിൽ നിങ്ങളും മക്കളെ നഷ്ടപ്പെട്ട് എന്നെ പോലെ നിൽക്കേണ്ടി വരും. മാഡം, യെസ്, ഇയാൾ ഇവിടെ താമസിക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോ എയർപോർട്ടിൽ ഓക്കേ, എത്തിക്കാണും. സാർ, ഞങ്ങൾ സുഭാഷ് തങ്ങിയ സ്ഥലം കണ്ടുപിടിച്ചു. 2 ദിവസം അയാൾ ഇവിടെയാ താമസിച്ചേ. ഇന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ ടു ചെന്നൈ ഫ്ലൈറ്റ് കയറാൻ പോയിരിക്കുക. 1 മണിക്കൂറിൽ അവൻ ചെന്നൈയിലെത്തും സാർ. ഓക്കെ. പറയ് സാർ. 1 മണിക്കൂറിനുള്ളിൽ സുഭാഷ് ചെന്നൈ എയർപോർട്ടിലെത്തും. അവനെ അൺഒഫീഷ്യലായിട്ട് അറസ്റ്റ് ചെയ്തേക്കും. ഞാൻ നോക്കിക്കോളൂ സാർ. ഡോണ്ട് ലൂസ് ഹിം. ഓക്കെ സാർ. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ എൻ്റെ വണ്ടി വന്ന് കയറി.
ദിവസം മുൻപുണ്ടായ ഒരു അപകടത്തിൽ ഡിസ്ട്രിക്ട് കളക്ടറുടെ മകൻ ഭുവൻ തീപ്പൊള്ളലേറ്റ് മരിക്കുകയുണ്ടായി. ഇത് കരുതിക്കൂട്ടി ചെയ്തതാണെന്നുള്ള സംശയത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എയർപോർട്ടിൽ സുരക്ഷ വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട്. ഒരു സിമ്പിൾ ജോലി അതുപോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തേ സാർ. വിശദീകരണം വേണ്ട, റെക്കോർഡ് ചെയ്യും. എന്റെ മകനെ കൊന്നവനാ, എന്നിട്ട് അവനോട് ലോഹ്യം പറയുന്നത് കണ്ടില്ലേ? പോലീസ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് അറിയാലോ നിനക്ക്. മര്യാദയ്ക്ക് സത്യം തുറന്നു പറഞ്ഞു. മനസ്സിലായില്ല. വെരിസ് ക്രിസ്ത്യൻ ദീപക്. എന്നോട് ചോദിച്ചാ എനിക്കെങ്ങനെ അറിയാം? അവന്റെ അഭിനയം കണ്ടില്ലേ? ഇങ്ങനെ ചോദിച്ചാൽ ആരാ മറുപടി പറയാ? ഒരു ദിവസം 2 പേരെ കടത്തിക്കൊണ്ടുപോയി, 5 പേരെ കെട്ടിയിട്ട് കത്തിച്ചു. ഞങ്ങൾ ലൊക്കേഷൻ ട്രേസ് ചെയ്യുമ്പോഴേക്കും നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആ 5 പേരെ കത്തിക്കാൻ നീ പോലീസിന് വെച്ച പ്ലാൻ ചെയ്തേ. പുതുതായിട്ട് പാർട്ടി തുടങ്ങി, സ്വതന്ത്രനായിട്ട് മത്സരിച്ച് രാഷ്ട്രീയക്കാരെ കൈക്കൂലി വാങ്ങാൻ പ്രേരിപ്പിച്ച് നാടിനെ നശിപ്പിച്ച് ഇതും കൂടിയൊക്കെ ചേർത്ത് പറയാത്ത എന്താ? ശിക്ഷ കൂടട്ടെന്നേ. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നീ അത് ചെയ്തേന്ന്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. എവിഡൻസ് ഉണ്ടോ? പ്രൂഫ് എന്താ? നിങ്ങളൊക്കെ പഠിച്ച് പോലീസായതാണോ അതോ? സുഭാഷ്, സർ, ഞാനും ആ പിള്ളേരെ അറസ്റ്റ് ചെയ്തതാ. എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഫാമിലി ഫയർ ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. സോ ഞാൻ ഈ ജോലി റിസൈൻ ചെയ്ത് വേറെ ജോലി അന്വേഷിച്ച് ബാംഗ്ലൂർക്ക് പോയിട്ട് ചെന്നൈക്ക് വന്നത്. എന്നെ എയർപോർട്ടിൽ വെച്ച് വലിയ ബിൽഡപ്പൊക്കെ കൊടുത്ത് അറസ്റ്റ് ചെയ്തത് ആ സാറ്. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് വേറൊന്നും അറിയില്ല. അടിച്ചതിന് ശരിയാക്കി ഞാൻ. കൊല്ലുക വേണ്ട അവനെ. ഹീസ് ലൈങ്. അവനൊന്ന് ഗെയിം കളിക്കുക. എന്താ ഇവിടെ നടക്കുന്നത്? അടിച്ചവനെ കൊല്ലുക വേണ്ടത്. അവനെ കൊന്നുകൊണ്ടെന്ത് പ്രയോജനം? എന്റെ പ്രയോറിറ്റി ക്രിസ്ത്യൻ ദീപകിനെ കണ്ടുപിടിക്കാന്നുള്ളതാണ്. അതിനുശേഷം അവനെ എങ്ങനെ തീർക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സർ, സുഭാഷ് ബാംഗ്ലൂർ പോയ ടോൾ ഗേറ്റ് ഫൂട്ടേജും അവിടെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ താമസിച്ച പ്രൂഫ് ഇതിലുണ്ട് സർ. ഞാനെന്താ കള്ളം പറയാ? എന്റെ കൺമുമ്പിൽ അവർ രണ്ടുപേരും കൊണ്ടുപോയത്. അവരെ രണ്ടുപേരെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്? സാറിന് വേണ്ടപ്പെട്ട രണ്ടുപേരെ കാണാനില്ല എന്ന് വെച്ച് ഞാൻ തട്ടിക്കൊണ്ടുപോയതാണെന്ന് ഫ്രെയിം ചെയ്യുവാണല്ലേ? അവരിപ്പോ ജീവനോടെ ഉണ്ടോ അതോ നീ കൊന്നോ? സാറിനോട് പ്രോമിസ് ചെയ്ത പോലെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ആരെയും കൊല്ലില്ല. അപ്പൊ അവര് ജീവനോടെ ഉണ്ടെന്നർത്ഥം? അറിയില്ല സാർ. ഇവിടെ നോക്ക്, നീ ഒരു ഒറ്റയാനാ. നീ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലുള്ളത്. നിന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ തനിച്ചാ സാറേ, ബട്ട് ഐ എം പബ്ലിക്. സാറിനോടൊപ്പം മൊത്തം പോലീസ് ഫോഴ്സും ഉണ്ടല്ലോ. എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യും. സർ, ആ പിള്ളേരുടെ അച്ഛന് സുഭാഷിനോട് സംസാരിക്കണമെന്ന്. എന്റെ മോനെവിടാ ഉള്ളത്? എവിടാ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ജീവനോട് തന്നെ ഉണ്ടല്ലോ അല്ലേ? എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാ? എന്താ സാർ ഇത്? പുറത്ത് നിങ്ങൾ ടിക്കറ്റ് കൗണ്ടർ വെച്ചിട്ടുണ്ടോ? ഓരോരുത്തന്മാരും ഒന്ന് ചോദിച്ചു തന്നെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ടോർച്ചറായത്! 4 ചുറ്റും ക്യാമറകൾ. ജെയ്സി സാർ, ആ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാൻ പറ. എനിക്ക് ഇവനോട് സംസാരിക്കണം. സാർ അത് കേട്ടില്ലേ? ഓക്കെ, നിന്നെ ഇപ്പൊ ഇവിടെ വെച്ച് തീർക്കും. ഒരുത്തന്നെ ഒരു പ്രാവശ്യമല്ലേ കൊല്ലാൻ പറ്റൂ? ഞാൻ എപ്പോഴേ മരിച്ചതാ. പക്ഷേ എൻ്റെ ദേഹത്തൊരു രോമത്തിൽ തൊടാൻ ശ്രമിച്ച ആ 2 എണ്ണങ്ങളും അതോടെ തീരും. ഞാൻ പറയുന്നതനുസരിച്ചാണ് നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എൻ്റെ കുടുംബം അന്ന് കത്തിയെരിഞ്ഞത് ആക്സിഡൻ്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതേപോലെ ഭുവൻ കാറിൽ കത്തിയെരിഞ്ഞതും ആക്സിഡൻ്റ് ആണെന്ന് ഇയാൾ മീഡിയയോട് പറയണം. മീഡിയയുടെ അടുത്ത് എന്ത് പറയണമെന്ന് നീ എന്നെ ഉപദേശിക്കുന്നു. എനിക്ക് ഓർഡർ ഇടുന്നു. നോൺസെൻസ്. ഇയാൾക്ക് തൻ്റെ മോനെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. നടക്കില്ല, പറ്റില്ല. മീഡിയയോട് സംസാരിക്കാൻ പറ്റില്ല. നീ എന്ത് ചെയ്യും? ജെസി സാർ, എൻ്റെ കൈക്കുള്ളിൽ 2 ഉറുമ്പുകളുണ്ട്.
അത് ജീവനോടെ ഉണ്ടോ അതോ ചത്തു എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? നിങ്ങൾ ചത്തു എന്ന് പറഞ്ഞാൽ അതിന് ജീവനോടെ കാണിക്കും. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൈക്കുള്ളിൽ വെച്ച് ഞെരിച്ചു കൊന്നിട്ട് കാണിക്കും. സോ ചോദ്യം ചോദിക്കാൻ നിങ്ങളും ആളല്ല, ഉത്തരം പറയാൻ ഞാനും ആളല്ല. He's crossing the limit. You are crossing your limit, സുഭാഷ്. ആ ഉറുമ്പ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ശാരങ്ങൻ സാർ, ഇതെന്റെ മകന്റെ ജീവന്റെ പ്രശ്നമാണ്. അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്താ പറയാനുള്ളത്? ഡോ മുത്തുകറുപ്പ, എന്നെയാണോ? താൻ തന്നെയല്ലേ മുത്തുകറുപ്പൻ? താൻ പോയിട്ടേ നല്ല ചിക്കൻ ബിരിയാണി രണ്ടെണ്ണം നോക്കി മേടിച്ചിട്ട് വാ. നല്ലോണം വല്ലതും കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. പിള്ളേരെവിടെ ഉള്ളതെന്ന് ആലോചിക്കണ്ടേ? ഇവർക്ക് രണ്ടുപേർക്കും തന്നെ മോൻ്റെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. ശാരങ്ങൻ, പ്ലീസ് പ്ലീസ്. മുത്തു, സർ, ഓ വിഷമൊന്നും കലർത്തി കൊണ്ടുവരില്ലേ, ഉറുമ്പ് ചത്തുപോവും. ആ പിന്നെ ഒരു വലിയ ടി വിയും കൊണ്ടുവരേ. ജെ സി സാറിൻ്റെ ഇൻ്റർവ്യൂ കാണാനുള്ളതാ.